നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശരീരഭാരം കുറയ്ക്കാൻ പട്ടിണി കിടന്നും കഠിനമായ ഡയറ്റുകൾ ചെയ്തും മടുത്തവരാണോ നിങ്ങൾ? ആയുർവേദം പറയുന്നത് ശരീരഭാരം കുറയ്ക്കുക എന്നത് വെറും ഭക്ഷണം കുറയ്ക്കലല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയയെ അഥവാ അഗ്നിയെ ശരിയായി ഉത്തേജിപ്പിക്കലാണ്. അനാവശ്യമായ കൊഴുപ്പ് എരിച്ചുകളയാനും ആരോഗ്യമുള്ള ഒരു ശരീരം നേടിയെടുക്കാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന ലളിതമായ വഴികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിവരിക്കുന്നു. ആയുർവേദമനുസരിച്ച് ശരീരത്തിൽ കഫദോഷം വർദ്ധിക്കുന്നതും അഗ്നി മന്ദഗതിയിലാകുന്നതുമാണ് തടി കൂടാൻ പ്രധാന കാരണം. നാം കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിക്കാതെ വരുമ്പോൾ അത് അമം എന്ന വിഷാംശമായി മാറി ശരീരത്തിലെ കോശങ്ങളിൽ കൊഴുപ്പായി അടിഞ്ഞുകൂടുന്നു. ഇതിനെയാണ് ആയുർവേദം സ്ഥൗല്യം എന്ന് വിളിക്കുന്നത്. പകലുറക്കം, മധുരവും തണുത്ത പാനീയങ്ങളും അമിതമായി ഉപയോഗിക്കുന്നത്, രാത്രി വൈകിയുള്ള ആഹാരം, മാനസിക സമ്മർദ്ദം മൂലമുള്ള അമിത ഭക്ഷണം, ലളിത എണ്ണ. കൊഴുപ്പ് കുറയ്ക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന 4 പ്രധാന ശീലങ്ങൾ ഇതാ. ചൂടുവെള്ളം കുടിക്കുക. ദിവസം മുഴുവൻ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ വഴിയാണ്. തേനും ഇളം ചൂടുവെള്ളവും. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ തേനും പകുതി നാരങ്ങാനീരും ചേർത്ത് കുടിക്കുക. ആയുർവേദത്തിൽ തേൻ ഒരു ലേഖന ദ്രവ്യമാണ്, അതായത് കൊഴുപ്പിനെ ഉരച്ചു കളയാൻ ഇതിന് കഴിവുണ്ട്. ശ്രദ്ധിക്കുക, തിളച്ച വെള്ളത്തിൽ തേൻ ചേർക്കരുത്. ത്രിഫല ചൂർണം. രാത്രി കിടക്കുന്നതിന് മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ ത്രിഫല ചൂർണം കഴിക്കുന്നത് ദഹനം സുഗമമാക്കാനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കും. ഭക്ഷണക്രമം. ഉച്ചഭക്ഷണം നന്നായി കഴിക്കുക, എന്നാൽ രാത്രി ഭക്ഷണം ലഘുവാക്കുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് മുൻപോ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് തൊട്ടുമുൻപോ ശേഷമോ അമിതമായി വെള്ളം കുടിക്കരുത്. ഇത് ദഹനരസങ്ങളെ നേർപ്പിക്കുകയും തടി കൂടാൻ കാരണമാവുകയും ചെയ്യും. ഓർക്കുക, കുറുക്കുവഴികളിലൂടെ ഭാരം കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. കൃത്യമായ വ്യായാമവും ചിട്ടയായ ഭക്ഷണവും ആയുർവേദവും ഒത്തുചേരുമ്പോൾ മാത്രമേ ശാശ്വതമായ ഫലം ലഭിക്കൂ. ശ്രദ്ധിക്കുക, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കഠിനമായ അസുഖങ്ങളുള്ളവർ എന്നിവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആയുർവേദ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.